ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രൈഡൽ ഹെയർ സ്റ്റൈലാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രസ്സിനൊപ്പം ചേർന്ന് പോകുന്ന ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും, വലിയ റിസ്ക് ഒന്നുമല്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ടിൽ ഇതുപോലെ സെക്ഷൻ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 2 സെക്ഷനായിട്ട് മാറ്റുന്നുണ്ട്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ മനസ്സിലാവും, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ സെക്ഷൻ നമ്മൾ ഇതുപോലെ മെടഞ്ഞ് കൊടുക്കണം കേട്ടോ. എൻ്റെ വരയ്ക്ക് നമ്മൾ കുറച്ചൊരു മീഡിയം ലൂസിൽ, ഒരുപാട് ടൈറ്റോ അല്ല ഒരുപാട് ലൂസോ അല്ലാത്ത രീതിയിൽ നമ്മൾ മെടഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും മെടഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ സെയിം രീതിയിൽ തന്നെ നമ്മൾ മെടഞ്ഞ് കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതുപോലെ ബീഡ്സ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഡ്രസ്സിലോ അല്ലെങ്കിൽ നമ്മൾ മാലകൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ബീഡ്സാണ്. ഇത് നമുക്ക് ഇതുപോലെ മാല പോലെ തന്നെ ഇങ്ങനെ തന്നെ കിട്ടുക. ഞാനത് യൂപ്പിനിലോ അല്ലെങ്കിൽ നമ്മുടെ പൂ കുത്തുന്ന സ്ലൈഡിലോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെക്യൂർ ആയിട്ട് ഒന്ന് കൊളുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ 2 സൈഡായിട്ട് നമ്മൾ മെടഞ്ഞിട്ടതിൻ്റെ മേൽഭാഗത്തായിട്ട് നമ്മൾ ജസ്റ്റ് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഓരോ മെടഞ്ഞ മുടിയിലും ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് എൻഡിൽ നമ്മളൊന്ന് സെക്യൂർ ആയിട്ട് വെക്കുന്ന രീതിയിൽ വെക്കുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു സെക്ഷൻ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു യൂപ്പിനെ യൂസ് ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത സെക്ഷൻ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് യൂപ്പിനെ യൂസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് യൂപ്പിന് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കൊരു സെക്യൂറായി നിൽക്കുന്നുണ്ട് എന്ന് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു 5 6 ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഞാൻ 4 യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മളൊന്ന് ഫ്രണ്ടിലത്തെ നമ്മൾ മുടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് വന്നിട്ട് നമ്മളിതുപോലെ നമ്മൾ നെറ്റീൻ്റെ പാതി ഒരു ഭാഗം ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിലൊന്ന് സെക്യൂറായിട്ട് വെക്കുന്നുണ്ട്. സ്ലൈഡും കുത്തിയിട്ട് നമുക്ക് സെക്യൂറായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മുടെ ഹെയർ സ്റ്റൈൽ. നമുക്കൊരു പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബീഡ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്ത ബീഡ്സ് തന്നെ അത് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ യൂപ്പിന് ഇതുപോലെ കോർത്ത് കൊടുത്തിട്ട് നമുക്ക് സൈഡായിട്ട് നമുക്ക് ഇത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്കൊരു കാണാനും ഭംഗിയായിരിക്കും. ഒന്നോ അല്ലെങ്കിൽ നമുക്ക് 1 2 ഒക്കെ ഇതുപോലെ സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ? നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നമുക്കിത് ഫ്രോക്കിൻ്റെ ഒപ്പം ഒരു ഗൗണിൻ്റെ ഒപ്പം സാരീൻ്റെ ഒപ്പം ഒക്കെ ഒരു ഈവനിങ് പാർട്ടിക്കൊക്കെ നമുക്ക് സെറ്റായി പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിച്ചതിന് ശേഷമുള്ള ഒരു ഹെയർ ആണത്. ഇതിൽ ഞാനൊന്നും കോമ്പൊന്നും ചെയ്യുന്നില്ല, ഒന്നും മുടിയൊന്നും കറക്റ്റാക്കിയൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് ഇതുപോലെ ഫ്രിസി ആയിട്ട് ഇങ്ങനെ കേളി ആയിട്ടിരിക്കുന്ന ഒരു ഹെയറിൽ തന്നെ നമുക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു പോർഷൻ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇതുപോലെ ഓരോ സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ചെവിൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നൊക്കെ ഒന്ന് കുത്തി സെക്യൂറായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ മുടിയൊക്കെ എല്ലാം ഒരു സൈഡേക്ക്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എല്ലാ മുടികൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിനൊരു ചെറിയൊരു സെക്ഷൻ എടുത്ത് ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മുടികൾ ഞാൻ മെടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരുപാട് ലൂസ് അല്ലാണ്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് മെടഞ്ഞു കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മളൊന്ന് മുടിയൊക്കെ ഒന്ന് വലിച്ച് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുടി ഒരു കുറച്ച് ഉള്ളുള്ള പോലെയും പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിന് കുറച്ചുകൂടി ഭംഗിയും നമുക്ക് തോന്നിക്കാവുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ ബണ്ണിട്ടത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി മാറ്റി വെച്ച മുടി വന്നിട്ട് ചെറിയ മെടഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ കുഞ്ഞായിട്ട് ഇങ്ങനെ മെടഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരയ്ക്ക് ഇതുപോലെ മെടഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ മുമ്പിട്ട റിബണിൻ്റെ ഒപ്പം തന്നെ ഇതൊപ്പം നമ്മളൊന്ന് സെക്യൂറായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ പിന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ യൂപ്പിനിൽ ഇതുപോലെ ബീഡ്സ് ഓരോന്ന് കോർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മൾ വലുതായി മെടഞ്ഞതും ചെറുതായി മെടഞ്ഞതും കൂടിയിട്ട് ഒന്ന് സെക്യൂറായിട്ട് നിൽക്കാനും, അതായത് കറക്റ്റ് ഒരു സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ സെക്യൂറായിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യും.
പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ഷുഗർ യൂസ് ചെയ്യുമ്പോൾ ഈ ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ഈവനിങ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഈവൻറ്റിനൊക്കെ പോകുമ്പോൾ നമുക്ക് ലെഹങ്കൻ്റെ ഒപ്പമൊക്കെ ഗൗണിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് സൂട്ടായി പോകുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോന് താഴെ ഒന്ന് ലൈക്ക് കൊടുത്തേക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.